സങ്കീർത്തനം. നിങ്ങളെല്ലാവർക്കും എൻ്റെ നമസ്തേ. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന വാക്യം സങ്കീർത്തനം 70-ാം അധ്യായം 1-ാം വാക്യം. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ജ്ഞാപക സങ്കീർത്തനം എന്നതിന് ഈ സങ്കീർത്തനത്തെ പറയുന്നത്. ഒരു ജ്ഞാപക സങ്കീർത്തനം. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എത്ര നല്ല വാക്യം. നമ്മളെ കൊടുക്കുന്നവരുടെ ലോകമാണ്. കൊടുക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധനയെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറ്റുള്ളവരുടെ വലയിൽ വീഴാതെ വേണം കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. വലയെന്ന് പറഞ്ഞവർ ചെറിയ തോതിൽ നമ്മളെ വിഷമിപ്പിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓരോ കുടുക്കുകളും ഓരോ ലോകപ്രകാരം മനുഷ്യരുടെ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നാം ദൈവത്തെ കൂടുതൽ ആശ്രയിക്കേണ്ടതായിരിക്കുന്നു. നമ്മൾ യേശുവിനെ കൂടുതൽ വിളിക്കേണ്ടതായിരിക്കുന്നു. കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. സഹായം, ദൈവം സഹായിക്കുക. ആർക്കാ സഹായം നൽകിയത്? ബൈബിളിൽ ഹാഗാറിന്. ഇത്രത്തോളം സഹായിച്ചു. ഹാഗാർ കരഞ്ഞു. ഹാഗാർ കരഞ്ഞപ്പോൾ ഒരു നീരുറവ തുറന്നെന്നാണ് പറയുന്നത്. നീരുറവ തുറന്ന് ഹാഗാറിൻ്റെ കണ്ണുനീർ തുടച്ച കർത്താവ്. അതുപോലെ ഹന്നയുടെ ജീവിതത്തിൽ സാമുവേൽ ബാലൻ ജനിച്ചത്. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സഹായിച്ചു. ഹന്നയെ സഹായിച്ച ഹന്നയ്ക്ക് 6 കുഞ്ഞുങ്ങൾ കൊടുത്തെന്ന് നമ്മൾ വായിക്കുന്നത് ബൈബിളിൽ. ഒരു കുഞ്ഞിന് വേണ്ടി പോയി ചർച്ചിൽ പോയി കരയുകയായിരുന്നു തന്നെ പോയി. അന്നേരം ഏലി പ്രീസ്റ്റ് വന്ന് പറഞ്ഞെന്തോ ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ ഉള്ളിൽ ഞരങ്ങുന്നത് പറയുക എത്ര ചെയ്തത് എന്ന് പറഞ്ഞ് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മുഖം പിന്നെ വാടിയില്ല എന്നാണ് പറയുന്നത്. ഹന്നയുടെ മുഖം വാടിയില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ സഹായിപ്പാൻ കർത്താവ് വരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നമ്മളെ കർത്താവ് സഹായിക്കുകയാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും വലിയ മുതിർന്നവർക്ക് വേണ്ടിയും പറയുന്ന ഒരു ടോപ്പിക്സാണ്. അതുകൊണ്ട് നമ്മളെ സഹായിപ്പാൻ എത്തുന്ന മനുഷ്യർ ചിലർ നമ്മളെ സഹായിക്കുന്നു. അവരൊക്കെ ഒത്തിരി നല്ലവർ ഇല്ലേ? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ അടുത്ത വാക്യം. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന ലജ്ജിച്ച് ഭ്രമിച്ച് പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. ദാവീദ് വിഷമിച്ചിരിക്കുന്ന സമയത്തുണ്ടായ സങ്കീർത്തനമാണ്. എന്നാൽ പട്ടുപോകട്ടെ, പിടിപെടട്ടെ, അങ്ങനെ ആകട്ടെ, ഇങ്ങനെ ആകട്ടെ എന്നുള്ള സങ്കീർത്തനക്കാരൻ ദാവീദും കഷ്ടതയിലായി കഴിഞ്ഞിരിക്കുന്നു. അതിനായി കഷ്ടതയിൽ പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ ദാവീദ് രചിച്ച സംഗീതം. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആശ്വാസം തരും. കർത്താവ് നമ്മളെ സഹായിക്കുന്നതായിട്ട് നമുക്ക് അനുഭവം വരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.